പലർക്കും പണി കൊടുത്തുണ്ട്. നല്ല അടിപൊളി നിയമം വന്നിട്ടുണ്ട്. ഇനി മുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി അശ്ലീലത അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനമോ ലൈംഗികപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ സാധാരണക്കാർക്ക് ഇതിനെതിരെ പരാതിപ്പെടാൻ സാധിക്കും. പരാതിപ്പെട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ അത്തരത്തിലുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്തിരിക്കണം. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് മാധ്യമത്തിലാണോ, ഫേസ്ബുക്ക് ആണോ, വാട്സപ്പ് ആണോ, എന്തിലാണോ അത് അപ്ലോഡ് ചെയ്യുന്നത്, അത്തരത്തിൽ ആ പ്ലാറ്റ്ഫോം പോലും നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിന് ആൻസർ പറയേണ്ടി വരും. ഇനി കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമവും ഇതുപോലെ 2 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇത് മാത്രമല്ല, ഫേക്ക് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിനെതിരെയും ഇതുപോലെ കർശന നടപടികളാണ് എടുക്കുന്നത്. അതുപോലെ ഡീപ് ഫേക്ക് AI യൂസ് ചെയ്തുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ഇതുപോലെ ഒരുപാട് നിയമക്കുരുക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി സമൂഹ മാധ്യമങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് പേഴ്സണലി പല രക്ഷിതാക്കളും മെസ്സേജ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ അശ്ലീല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും നല്ല മെസ്സേജാണ് ഈ വീഡിയോ. എന്തായാലും നല്ലൊരു നിയമം തന്നെയാണ് വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ നഗ്നതാ പ്രദർശനം നടത്തി പൈസ ഉണ്ടാക്കുന്നു, റീച്ച് ഉണ്ടാക്കുന്നു. നമ്മൾ ഏത് സോഷ്യൽ മീഡിയ നോക്കിയാലും, അത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, കുറേ അവളുമാരുണ്ട് പൈസയ്ക്കും റീച്ചിനും വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾക്ക് കയ്യും കണക്കുമില്ല. പ്രത്യേകിച്ച് യൂട്യൂബിലാണെങ്കിൽ മെമ്പർഷിപ്പ് ലൈവിലൂടെയൊക്കെ കാണിക്കുന്ന വൃത്തികേട് കണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളൊക്കെ ഇതിനെതിരെ കുറേ പ്രതികരിച്ച, പക്ഷെ പ്രത്യേകിച്ച് ബലമൊന്നും ഉണ്ടായില്ല. ഇപ്പം എന്തായാലും അതിന് നിയമപരമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അതിൽ പരാതിപ്പെടാവുന്നതാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് നഗ്നത പ്രദർശനം നടത്തുന്ന അവളുമാർക്കെതിരെ കുറേ സ്ത്രീകളിൽ കുറേ തള്ളച്ചികൾ, കിളവിമാർ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾക്കൊക്കെ ഇനി ഒരു അറുതി വരണം. അതിന് എല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ പരാതിപ്പെടണം. അപ്പോൾ കുറേയൊക്കെ അവളുമാർക്ക് ഒതുക്കം കിട്ടും. പ്രത്യേകിച്ച് ഈ മെമ്പർഷിപ്പ് ലൈവിലൂടെ നിഷാന എന്ന് പറയുന്ന സ്ത്രീയെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകത്തില്ല. അത്രത്തോളം വരാതമാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ചാനൽ വേണം ആദ്യം പൂട്ടാൻ. അങ്ങനെ ഓരോ അവളുമാരുടെയും ചാനലുകൾ പൂട്ടിക്കണം. മാന്യമായിട്ടുള്ള രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ വരുമാനം ഉണ്ടാക്കട്ടെ, അതിലൊരു ന്യായമുണ്ട്. പക്ഷെ ഇമാതിരി വൃത്തികേട് കാണിച്ച് പൈസ ഉണ്ടാക്കുന്നതിന് ഇനി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളുടെ യൂട്യൂബിലേക്കോ ഇൻസ്റ്റഗ്രാമിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഇതുപോലുള്ള നഗ്നതാ പ്രദർശനത്തിലൂടെ വരുന്ന അവളുമാർക്കെതിരെ വീഡിയോ സഹിതം എടുത്ത് നമുക്ക് പരാതിപ്പെടാവുന്നതാണ്.